എല്ലാവർക്കും നമസ്കാരം. നിങ്ങളുടെ ലവ് ലൈഫിൻ്റെ നെക്സ്റ്റ് ഫേസ് എന്തായിരിക്കും എന്ന് നോക്കാം. ഒരു ജനറൽ കളക്റ്റീവ് റീഡിംഗ് ആണ്. നിങ്ങളുടെ ഇൻറ്റ്യൂഷനെയും നിങ്ങളുടെ സാഹചര്യങ്ങളെയും മുൻഗണന നൽകുക. ഇന്നത്തെ കളക്റ്റീവ് റീഡിങ്ങിൽ ലഭിച്ചിരിക്കുന്നത് ജഡ്ജ്മെൻറ്റ് കാർഡ്, 10 ഓഫ് കപ്സ്, ചാരിയോട്ട് എന്നീ 3 ശക്തമായ കാർഡുകളാണ്. ആദ്യമായി വന്നിരിക്കുന്നത് ജഡ്ജ്മെൻറ്റ് കാർഡാണ്. ഈ കാർഡ് നിങ്ങളുടെ പ്രണയ ജീവിതത്തിലെ ഒരു അവേക്കനിങ്ങിനെയും ഒരു പ്രധാന തീരുമാനത്തെയും സൂചിപ്പിക്കുന്നതാണ്. കഴിഞ്ഞ കാലത്ത് പൂർത്തിയാകാതെ പോയ ഒരു ബന്ധമോ പറയാതെ ബാക്കിയാക്കിയ ചില കാര്യങ്ങളോ വീണ്ടും നിങ്ങളുടെ മനസ്സിലേക്ക് വരാൻ സാധ്യതയുണ്ട്. ചിലർക്ക് ഇതൊരു പാസ്റ്റ് പേഴ്സൺ ആയിരിക്കും. അദ്ദേഹം വീണ്ടും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നതിൻ്റെ എനർജി ആയിരിക്കാം. എന്നാൽ അതേസമയം പഴയ അനുഭവങ്ങളിൽ നിന്ന് പാഠം പഠിച്ച് ഇനി എന്താണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് വ്യക്തമായി തീരുമാനിക്കുന്ന ഒരു ഘട്ടവുമാണിത്. അടുത്തതായി വന്നിരിക്കുന്നത് 10 ഓഫ് കപ്സ് ആണ്. ഇതൊരു ഇമോഷണൽ ഫുൾഫിൽമെൻറ്റ്, ഹാപ്പിനെസ്, ഒരു ഫാമിലി റിലേഷൻഷിപ്പ്, മനസ്സമാധാനം എന്നിവയുടെ കാർഡാണ്. നിങ്ങളുടെ ലവ് ലൈഫിൽ നിങ്ങൾ ആഗ്രഹിച്ചിരിക്കുന്ന ഒരു ഇമോഷണൽ സെക്യൂരിറ്റിയും ജെന്യുവൻ ഹാപ്പിനെസ്സും പതിയെ രൂപപ്പെടാൻ സാധ്യതയുണ്ടെന്നാണ് ഈ കാർഡ് കാണിക്കുന്നത്. ചിലർക്ക് ഒരു ബന്ധം കൂടുതൽ സീരിയസ് ആകാനും പരസ്പരം മനസ്സിലാക്കി മുന്നോട്ട് പോകാനും സാധ്യതയുണ്ട്. മൂന്നാമതായി വന്നിരിക്കുന്നത് ദ ചാരിയോട്ടാണ്. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട മെസ്സേജ് മൂവ്മെൻ്റ് ആണ്. വളരെ കാലമായിട്ട് ഒരു സ്റ്റാഗ്നൻ്റ് ആയിട്ടിരിക്കുന്ന ഒരു റിലേഷൻഷിപ്പ് സിറ്റുവേഷനിൽ നിങ്ങൾ മുന്നോട്ട് നീങ്ങാൻ തുടങ്ങും. അതുപോലെ ഒരാൾ തൻ്റെ ഫീലിങ്സിനെ കുറിച്ച് വ്യക്തമായി തീരുമാനം എടുക്കുകയും ബന്ധത്തിനായി ഒരു സ്റ്റെപ്പ് എടുക്കുകയും ചെയ്യുന്നു. അതിനുള്ളതൊക്കെ ഒരു സാധ്യത കാണുന്നുണ്ട്. ഈ 3 കാർഡുകളും ഒരുമിച്ച് നോക്കുമ്പോൾ നിങ്ങളുടെ ലവ് ലൈഫിൻ്റെ അടുത്ത ഫേസ് പാസ്റ്റ് എനർജികളെ ക്ലിയർ ചെയ്ത് ഇമോഷണൽ ക്ലാരിറ്റി നേടുകയും പിന്നീട് റിലേഷൻഷിപ്പിൽ മുന്നോട്ട് പോവുകയും ചെയ്യുന്ന ഒരു ഘട്ടം പോലെയാണ് കാണുന്നത്. നിങ്ങൾ സെപ്പറേഷനിൽ ആണെങ്കിൽ കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ഒരു റീകൺസിലേഷൻ്റെ പോസിബിലിറ്റി ഉണ്ട്. എന്നാൽ ഇത് ഒരു ഉറപ്പായിട്ടുള്ള തിരിച്ചുവരവാണെന്ന് പറയാനാവില്ല. പകരം ഇരുവരും എന്താണ് യഥാർത്ഥത്തിൽ ആഗ്രഹിക്കുന്നത് എന്ന് തിരിച്ചറിയുന്ന ടേണിംഗ് പോയിൻ്റ് ആയിരിക്കാം. നിങ്ങൾ സിംഗിൾ ആണെങ്കിൽ പഴയ ഇമോഷണൽ ബാഗേജ് വിട്ട് മുന്നോട്ട് പോകുമ്പോൾ കൂടുതൽ മീനിങ് ഫുൾ ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാനുള്ള സാധ്യതയാണ് ഈ റീഡിങ് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ ലവ് ലൈഫിൽ അടുത്ത പേസ് ഒരു മേജർ ടേണിംഗ് പോയിൻ്റ് ആയിരിക്കാം. പഴയതിനെ അതേപടി പിടിച്ച് നിൽക്കാതെ നിങ്ങളുടെ ഹൃദയത്തിനും ആത്മാഭിമാനത്തിനും യോജിക്കുന്ന വഴിയാണ് തിരഞ്ഞെടുക്കേണ്ടത്. നിങ്ങളുടേതാണെങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ശരിയായ സമയത്ത് ശരിയായ രീതിയിലെത്തും. ഈ റീഡിങ് നിങ്ങളുമായി റെസൊനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ കമൻറ്റിൽ ഐ ആം റെഡി ഫോർ മൈ നെക്സ്റ്റ് ചാപ്റ്റർ എന്ന് എഴുതാം. ഇതൊരു ജനറൽ കളക്റ്റീവ് റീഡിംഗ് മാത്രമാണ്. നിങ്ങളുടെ സ്വന്തം ഇൻറ്റ്യൂഷനെയും യഥാർത്ഥ സാഹചര്യങ്ങളെയും മുൻഗണന നൽകുക. നന്ദി.